മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 27ാമത്തെ ദശകത്തിൽ 1ഉം 2ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. പാലാഴിമഥനം ആണ് കഥ. അർത്ഥം പറയണത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. ആദ്യത്തെ ശ്ലോകം: ദുർവാസാസുരവനിതാപ്തദിവ്യമാല്യം ശക്രായ സ്വയമുപദായ തത്ര ഭൂയ നാഗേന്ദ്രപ്രതിമൃദിതേ ശശാപശക്രം കാക്ഷാന്തിസ്ത്വതിതരദേവതംശജാനാം. ഗജേന്ദ്രമോക്ഷം കഥ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇനി പാലാഴിമഥനത്തിൻ്റെ കഥ പറയാൻ തുടങ്ങുകയാണ് ഈ ദശകത്തിലും അടുത്ത ദശകത്തിലുമൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെ അതിൽ പറയുകയാണ് എന്താണ് അതിനുണ്ടായതായ കാരണം ആദ്യം പറയുകയാണ്. ദുർവാസസ് എന്നുള്ളതായ മഹർഷി, അത് വേഗം കോപം വരണതായിട്ടുള്ള ഒരു മഹർഷിയായിട്ടാണ് പറയണത്. ശിവൻ്റെ അംശാവതാരമാണ് ദുർവാസ് മഹർഷി എന്നാണ് പറയണത്. ഈ ശിവൻ സ്വതേ തമോ ഗുണപ്രധാനനാണ് ശിവൻ എന്നാണ് പറയണത്. അതായത് സത്വഗുണപ്രധാനം വിഷ്ണു, രജോ ഗുണപ്രധാനം ബ്രഹ്മാവിന്, തമോ ഗുണപ്രധാനനാണ് ശിവൻ എന്നാണ്. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് 3 ആ 3 സൃഷ്ടിക്കാനുള്ളത് ബ്രഹ്മാവാണ്. ആ സൃഷ്ടി എന്നുള്ളതായിട്ടുള്ള ആ കർമ്മം നിങ്ങൾ രജോ ഗുണപ്രധാനങ്ങളായതുകൊണ്ട് രജോ ഗുണപ്രധാനനാണ് ബ്രഹ്മാവ് എന്ന് പറയണു. അപ്പം അങ്ങനെ സ്ഥിതി, അത് വേണ്ട വിധത്തിൽ നയിക്കുക, കൊണ്ട് നടത്തുക എന്നുള്ളത് അത് സാത്വികം ആയിട്ടുള്ള പ്രവൃത്തി ആയതുകൊണ്ട് ആ സാത്വിക ഗുണങ്ങളെ സ്ഥിതി എല്ലാം നടത്തുന്നതായിട്ടുള്ള ആ രൂപത്തിനെ ആ ഭാവത്തിനെ ആണ് വിഷ്ണു എന്ന് പറയണത്. അപ്പോൾ സംഹാരം എന്നുള്ള ക്രിയ അല്ലെങ്കിൽ സംഹരിക്കുക എന്നുള്ളത് അത് നടത്തുന്നത് ശിവൻ ആണ്. അപ്പോൾ ശിവന് സംഹാരപ്രധാനമായതുകൊണ്ട് ആ ശിവൻ അല്ലെങ്കിൽ സംഹാരം നടത്തുന്നതായിട്ടുള്ള ആ ശക്തിയെ ശിവൻ എന്നും പറയുന്നു. ഇങ്ങനെയാണ് അദ്വൈത വേദാന്തത്തിലൊക്കെ ഈ 3 ആയിട്ട് അംശങ്ങളായിട്ട് ഒരേ പരമാത്മാവ് തന്നെ വർത്തിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയായാലും ആ ശിവൻ്റെ അംശത്തിൽ നിന്നുണ്ടായതാണ് ദുർവാസസ് എന്നാണ് കഥ. അപ്പം അങ്ങനെ ആ ദുർവാസസ് എന്നുള്ളതായിട്ടുള്ള മഹർഷി ക്ഷിപ്രകോപി ആയിട്ടാണ് ദുർവാസസിനെ പറയുന്നത്. സുരവനിതാപ്ത ദിവ്യമാല്യം. ആ ദുർവാസ മഹർഷി ദേവലോകത്തിൽ പോയി. അപ്പോൾ ദേവലോകത്തിൽ പോയപ്പോൾ അപ്സരസ്ത്രീകൾ അദ്ദേഹത്തിനെ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു. അദ്ദേഹത്തിന് സമ്മാനമായിട്ട് ഒരു പാരിജാത വൃക്ഷത്തിൻ്റെ പൂക്കൾ കൊണ്ട് മാല കെട്ടിയിട്ട് ആ മാല അദ്ദേഹത്തിന് സമ്മാനിച്ചു. മഹർഷിയല്ലേ, മഹർഷിക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ള നിലയിൽ അവർ ഈ മാലയാണ് സമ്മാനിച്ചത്. ഒരു വളരെ അത്യധികം സൗരഭ്യം ഉള്ളതായിട്ടുള്ള ഒരു മാല. പാരിജാത പൂക്കൾ അതിൻ്റെ മാല കൊണ്ടായതുകൊണ്ട് നല്ല ഗന്ധമുണ്ട്, സൗരഭ്യമുണ്ട് ആ മാലയ്ക്ക്. അങ്ങനെയുള്ളതായിട്ടുള്ളൊരു മാല ദുർവാസസിന് സമ്മാനിച്ചു. സന്തോഷത്തോടു കൂടി സ്വീകരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഈ മഹർഷിക്ക് ഈ മാലയുടെ ആവശ്യം എന്താ? ഒരാവശ്യമില്ല, തനിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. ഈ ഇങ്ങനെ കേമായിട്ട് സൗരഭ്യമുള്ളതായിട്ടുള്ള മാലയും വിട്ടും കൊണ്ട് നടക്കണം എന്ന് അതിനുള്ളതായിട്ടുള്ള താല്പര്യമില്ലാത്തത് കൊണ്ട്, തനിക്ക് എൻ്റെ താല്പര്യമില്ല, എന്നാൽ അത് യോജിച്ച ഒരാൾക്ക് തന്നെ കൊടുക്കാം എന്ന് തീർച്ചയാക്കിയിട്ട് ദേവേന്ദ്രനെ ഇപ്പോൾ വരുന്നു കണ്ടു. അവിടുന്ന് മടങ്ങണ സമയത്താണ് ദേവേന്ദ്രൻ ഇങ്ങനെ ആ ഐരാവതത്തിന്മേലിരുന്നും കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങുകയാണ്. തൻ്റെ ഐരാവതം എന്നുള്ളതായിട്ടുള്ള ആനപ്പുറത്ത് കയറി ദേവേന്ദ്രൻ യാത്ര ചെയ്യാൻ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ദേവേന്ദ്രനെ കണ്ടപ്പോൾ ഇദ്ദേഹം മഹായോഗ്യൻ തന്നെയാണ്, നല്ല മാലയൊക്കെ ഇട്ടാൽ നല്ലതാണ് എന്ന് തീർച്ചയാക്കിയിട്ട് ഈ മാല ദേവേന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രന് കൊടുത്തു കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രൻ അത് ഈ തൻ്റെ കഴുത്തിലിടുന്നതിനെക്കാട്ടിലും നല്ലത് ഈ ഗജരാജൻ്റെ കഴുത്തിൽ ഇടയ്ക്കാണ് എന്ന് വിചാരിച്ചിട്ട് ആ മസ്തകത്തിൽ അങ്ങോട്ട് അണിയിച്ചു. ആനയുടെ ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ ഈ മാല അണിയിച്ചു. അതിങ്ങനെ എല്ലാവർക്കും കാണും ചെയ്യാലോ. മുമ്പിൽ മസ്തകമുണ്ട്, ഇന്ദ്രനെക്കാട്ടിലും മുമ്പിലായിട്ടാവുമല്ലോ ആനയുടെ മസ്തകം. അപ്പോൾ അത് നല്ല ഭംഗിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് തനിക്ക് വാസനെ കിട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെ ആ മസ്തകത്തിൽ, ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ ഈ
മാല ഇടിച്ചു. ആ മാല ഇടിച്ചപ്പോൾ വണ്ടുകൾ ധാരാളം, നല്ല സൗരഭ്യമാണല്ലോ, വണ്ടുകൾ ധാരാളം വന്നിടങ്ങി. വണ്ടുകൾ വന്നപ്പോൾ ഈ ആനയ്ക്ക് ഇതൊരു ശല്യം എന്ന് തീർച്ചയാക്കിയിട്ട് അത് ആ തുമ്പി കൈ കൊണ്ട് എടുത്തിട്ട് കാലിൻ്റെ ചുവട്ടിലിട്ടിട്ട് അങ്ങോട്ട് വലിച്ചു. ദേഷ്യം വന്നു. ഇതുകൊണ്ടല്ലേ എനിക്ക് ഈ വണ്ടുകളുടെ ഉപദ്രവം എന്ന് തീർച്ചയാക്കിയിട്ട് ആ മാല അതങ്ങോട്ട് ചവിട്ടി തേക്കുകയും ചെയ്തു. അതാണ് കഥ പറയുന്നത്. ഇവിടെ പറയണത് ഈ ദേവേന്ദ്ര സുരവനിതാപ്ത ദിവ്യമാല്യം, സുരവനിതകളിൽ നിന്ന്, അപ്സര സ്ത്രീകളിൽ നിന്ന് ആപ്തമായ ലഭിച്ച ദിവ്യമായിട്ടുള്ള മാല്യം, ആ പരിജാതകം കൊണ്ടുള്ളതായിട്ടുള്ള ഒരു മാല, സുരവനിത ആപ്തം ലഭിച്ചത്, ആ ലഭിച്ചതായ ദിവ്യമാല്യം, ദിവ്യമായിട്ടുള്ള ആ മാല്യത്തെ ശക്രായ സ്വയം ഉപദായ, ശക്രായ, ശക്രൻ ദേവേന്ദ്രനായിക്കൊണ്ട് സ്വയം ഉപദായ, താൻ തന്നെ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തത്. എനിക്കത് ആവശ്യമില്ല, അത് ശക്രന് ഇരിക്കട്ടെ, ദേവേന്ദ്രന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ദേവേന്ദ്രന് കൊടുത്തു. ശക്രായ സ്വയം, തന്നെത്താൻ ഉപദായ, കൊടുത്തിട്ട് നൽകിയിട്ട്, ശക്രായ സ്വയം ഉപദായ. പിന്നെ അപ്പം എന്ത് ചെയ്തു? തത്ര ഭൂയ, തത്ര എന്നുള്ളത് അവിടെ, അതായത് ആ ദേവേന്ദ്രന് കൊടുത്തതായിട്ടുള്ള ആ മാല്യം, തത്ര ഭൂയ, വീണ്ടും പിന്നീട്, പ്രതിമൃതിതേ നാഗേന്ദ്ര പ്രതിമൃതിതേ, നാഗേന്ദ്രനാൽ, നാഗം എന്ന് വെച്ചാൽ ആന എന്നുള്ള അർത്ഥമുണ്ട്, പാമ്പ് എന്നുള്ള അർത്ഥമുണ്ട്, ആന എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ നാഗേന്ദ്രൻ ഗജശ്രേഷ്ഠനാണ്, ഗജങ്ങളിൽ വെച്ച് ശ്രേഷ്ഠനായിട്ടുള്ള ഐരാവതം. നാഗേന്ദ്ര പ്രതിമൃതിതേ, നാഗേന്ദ്രനാൽ അത് പ്രതിമൃതിതമായപ്പോൾ, വർദ്ധിക്കപ്പെട്ടപ്പോൾ, ചവിട്ടി നശിപ്പിക്കപ്പെട്ടപ്പോൾ, നാഗേന്ദ്രനാൽ പ്രതിമൃതിതമായപ്പോൾ, നാഗേന്ദ്രനാൽ അത് മർദ്ദിക്കപ്പെട്ടപ്പോൾ, ചവിട്ടി നശിപ്പിക്കപ്പെട്ടപ്പോൾ, നാഗേന്ദ്ര പ്രതിമൃതിതേ. അപ്പോൾ ദേഷ്യം വന്നു. താൻ കൊടുത്തതായിട്ടുള്ള മാല ഈ ആനയ്ക്ക് കൊടുത്തിട്ട്, നിസ്സാരനായിട്ടുള്ള ഈ ആനയ്ക്ക് കൊടുത്ത് അത് ചവിട്ടി തേക്കുകയാണല്ലോ ഉണ്ടായത് എന്ന് തീർച്ചയാക്കിയിട്ട് വേഗം ദേഷ്യം വന്നു. ശശാപശക്രം, ശക്രനെ ശപിച്ചു. ശക്രം ദേവേന്ദ്രനെ ശപിച്ചു. ശശാപശക്രം എന്താണ്? എന്താണ് ശപിച്ചതെന്ന് ഇവിടെ പറയണില്ല. അതായത് ജര വരാനായിട്ടാണ്. എനക്കും എൻ്റെ ആളുകൾക്കും, അതായത് ദേവന്മാർക്കൊക്കെ ജര വരട്ടെ, പ്രായമാവട്ടെ എന്നങ്ങോട്ട് ശപിച്ചു. ജരാതര വന്നു കഴിഞ്ഞാൽ പിന്നെ വേഗം ശക്തി ക്ഷയിക്കും. അപ്പോൾ അങ്ങനെ ശക്തി ഇല്ലാണ്ടായിട്ട് ജരാബാധിതരായിട്ട് തീരട്ടെ ദേവന്മാരൊക്കെ എന്ന് ദേവേന്ദ്രനും ദേവേന്ദ്രൻ്റെ അനുയായികളും എല്ലാവരും അങ്ങോട്ട് ജരാതര ബാധിക്കട്ടെ എന്നാണ് ശപിച്ചത്. അപ്പം അങ്ങനെ ശപിച്ചപ്പോൾ എന്തായി? തത്ര കാക്ഷാന്തിഹി. എന്തായി ശപിക്കാൻ കാരണം? മഹർഷിക്കിപ്പോൾ ഇങ്ങനെ ഒരു മാല ചവിട്ടി തേച്ചു എന്ന് വന്നപ്പോഴേക്കും ശപിക്കേണ്ടതുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെയാണ്. കാക്ഷാന്തിഹി, എവിടെയാണ് ക്ഷമ എന്നുള്ളത്? എവിടെ ഉണ്ടാവുക? ശാന്തി അല്ലെങ്കിൽ ക്ഷമ എന്നുള്ളതാണ്. അപ്പം ആ ക്ഷമ എന്നുള്ളത് എവിടെ ഉണ്ടാവും? കാക്ഷാന്തിഹി, എന്ത് ക്ഷമയാണ് ഉണ്ടാവുക? ത്വതിതര ദേവതാംശജാനാം. ആർക്ക്? ത്വതിതര ദേവതാംശജാനാം, അങ്ങയിൽ നിന്ന് ഇതരന്മാരായിട്ടുള്ള, മാറിയിട്ടുള്ളതായിട്ടുള്ള, അങ്ങല്ലാത്തതായിട്ടുള്ള, അങ്ങയിൽ നിന്ന് ഭിന്നരായിട്ടുള്ള, ത്വതിതരന്മാരായിട്ടുള്ള, അങ്ങയിൽ നിന്ന് ഇതരന്മാരായ, അങ്ങ അല്ലാതെയുള്ളതായ ദേവതകളിൽ നിന്ന്, ദേവത അംശജാനാം, ദേവതകളുടെ അംശത്തിൽ ജനിച്ചവരായിട്ടുള്ള ആളുകൾക്ക്, അങ്ങയുടെ അംശത്തിൽ ജനിച്ചവർക്ക് ശാന്തി ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നരനാരായണന്മാരെയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഒരു തപസ് ചെയ്യുമ്പോൾ ഉർവശി തുടങ്ങി എല്ലാ ദേവസ്ത്രീകളെയൊക്കെ തപസ്സിളക്കാനായിട്ട് പറഞ്ഞയച്ചു. കാമദേവനും ഒക്കെ കൂടിയിട്ട് ചെന്നു. പക്ഷേ അതുകൊണ്ടൊന്നും തപസ്സിളക്കാൻ സാധിച്ചില്ല. അദ്ദേഹം അങ്ങോട്ട് തപസ് ചെയ്തിട്ട് തന്നെ ഉപദ്രവിച്ചതായിട്ടുള്ള ഈ ഇവരെ ശപിക്കുകയോ ക്രോധം ഉണ്ടാകുകയൊന്നും ഉണ്ടായില്ല. അവർക്ക് ഉർവശി സമ്മാനമായിട്ട് കൊടുക്കുകയോ ചെയ്തത്. അപ്പം അങ്ങനെ ഭഗവാന്റെ അംശത്തിൽ നിന്ന് ജനിച്ചവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ക്രോധം ഉണ്ടാവില്ല. പക്ഷേ മറ്റത് അങ്ങനെയല്ല എന്ന് പറയുകയാണ്. അങ്ങല്ലാതെ കണ്ടുള്ളതായിട്ടുള്ള ദേവതാംശകൾ, ഇവിടെ ശിവൻ പ്രത്യേകിച്ചും താമസപ്രധാനനായിട്ടുള്ള ദേവനാണല്ലോ. അപ്പം അങ്ങനെ തമോ ഗുണപ്രധാനനായിട്ടുള്ള ശിവൻ്റെ അംശം ആയിട്ട് ജനിച്ചതായ ഈ ദുർവാസാവിന് കോപമുണ്ടായി എന്നുണ്ടെങ്കിൽ അത് വലിയ അത്ഭുതമൊന്നുമില്ല. ശാന്തി എന്നുള്ളത് എങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് അവിടെ കവി പറയണത്. കവിയുടെ ഉക്തിയാണ്. ത്വതിതര ദേവതാംശജാനാം, അങ്ങയുടെ അംശത്തിൽ നിന്ന് അല്ലാതെ കണ്ട് ഉള്ള മറ്റുള്ളവരുടെ അംശത്തിൽ നിന്ന്, മറ്റുള്ള ദേവതകളുടെ അംശത്തിൽ നിന്ന് ജനിച്ചവർക്ക് എങ്ങനെ ശാന്തി ഉണ്ടാവും എന്ന് കവി പറയുകയാണ്. അപ്പം അങ്ങനെ ദേവന്മാരൊക്കെ
ജരനരൻ ബാധിക്കട്ടെ എന്നാണ് ശപിച്ചത്. അത് ആ ശ്ലോകത്തിൽ പറയണില്ലേ. അടുത്ത ശ്ലോകത്തിൽ അതിൻ്റെ ഫലം കൊണ്ട് ജലം വ്യാപിച്ചു എന്നേ പറയുന്നുള്ളൂ. അടുത്ത ശ്ലോകം: ശാപേന പ്രഥിതജരേധ നിർജരേന്ദ്രേ ദേവേഷ്വപ്യസുരജിതേഷു നിഷ്പ്രഭേഷു സർവാദ്യാ കമലജനേത്യ സർവദേവാ നിർവാണപ്രഭവ സമം ഭവന്തമാപുഃ. ശാപേന പ്രഥിതജരേ അഥ നിർജരേന്ദ്രേ. അഥ പിന്നീട് ശാപേന ഈ ശാപം കൊണ്ട്, ദുർവാസസിൻ്റെ ശാപം കൊണ്ട് ദേവന്മാർക്ക് പ്രഥിതജരന്മാരായി തീർന്നു ദേവന്മാരും ദേവേന്ദ്രനും. നിർജരേന്ദ്രേ ദേവേഷു അഭി. നിർജരന്മാരുടെ ഇന്ദ്രൻ. നിർജരന്മാരെന്ന് വെച്ചാൽ ജരയില്ലാത്തവർ, സ്വതേ ജരകളൊന്നും ഇല്ലാത്തവരാണ് ദേവന്മാർ. അവരുടെ ദേവനാണ്, അവരുടെ ഇന്ദ്രനാണ് ദേവേന്ദ്രൻ. അങ്ങനെ ആ ദേവേഷു അഭി, ദേവന്മാരും ദേവേന്ദ്രനും. ദേവേന്ദ്രേ ദേവേഷു അഭി, ദേവന്മാരും ദേവേന്ദ്രനുമൊക്കെ പ്രസിദ്ധമായ ജരയോടുകൂടിയവരായി തീർന്നു. പ്രസിദ്ധമായി ഈ കഥ. അതായത് ദുർവാസാവിൻ്റെ ശാപം കൊണ്ട് ദേവന്മാരൊക്കെ ജരാബാധിതരായി എന്നുള്ളതായിട്ടുള്ള കഥ അങ്ങോട്ട് പ്രസിദ്ധമായി തീർന്നു. അങ്ങനെ പ്രസിദ്ധമായ ജരയോടുകൂടിയവരായി തീർന്നു ആര്? ദേവന്മാരും ദേവേന്ദ്രനും ഒക്കെ. ആ സമയത്ത് അസുരജിതേഷു നിഷ്പ്രഭേഷു, അസുരജിതേഷു അസുരന്മാരവരെ ജയിച്ചു. ജരബാധിച്ച് ശക്തിയില്ലാണ്ടായപ്പോൾ അസുരന്മാരാൽ ജയിക്കപ്പെട്ടു ദേവേന്ദ്രനും ദേവന്മാരും ഒക്കെ. അങ്ങനെ പ്രഭാരഹിതരായി തീർന്നു, നിഷ്പ്രഭന്മാരായി തീർന്നു ദേവന്മാരൊക്കെ. നിഷ്പ്രഭേഷു എല്ലാവരും നിഷ്പ്രഭന്മാരായി തീർന്നപ്പോൾ ദേവേഷ്വപ്യസുരജിത്, ദേവന്മാരും നിർജരേന്ദ്രേന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. നിർജരേന്ദ്രനായ ദേവേന്ദ്രനും മറ്റു ദേവതകളും അസുരന്മാരാൽ ജയിക്കപ്പെട്ട് നിഷ്പ്രഭന്മാരായി തീർന്നപ്പോൾ, പ്രഭയില്ലാത്തവരായി തീർന്നപ്പോൾ, അപ്പോൾ സർവാദ്യാഹ സർവദേവാഹ, സർവൻ എന്ന് വെച്ചാൽ ശിവൻ, ശിവൻ തുടങ്ങിയതായ എല്ലാ ദേവന്മാരും സർവപ്രമുഖരായിട്ടുള്ള, അതായത് ശിവൻ ആദ്യമായിട്ടുള്ള പ്രമുഖനായിട്ട് ആദ്യമായിട്ട് ശിവനാണ് മുമ്പിൽ എന്നർത്ഥം. ആ സർവാദികളായിട്ടുള്ള എല്ലാ ദേവന്മാരും എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ ദേവേന്ദ്രനാണ് ആദ്യം ജര വന്നതെന്ന് പറഞ്ഞു. ദേവേന്ദ്രനാണ് ശാപം കിട്ടിയത്. ദേവേന്ദ്രനും ദേവന്മാരും ഒക്കെ കൂടിയിട്ട് ആദ്യം ശിവനെ കാണാൻ പോയി. ശിവൻ പറഞ്ഞു, ഇത് ബ്രഹ്മാവല്ലേ നമ്മളെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്, അപ്പോൾ അത് കാരണം ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പോയി. അത് കഴിഞ്ഞ് അവരൊക്കെ കൂടിയിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോയി എന്നാണ്. അപ്പോൾ അതാണ് സർവാദ്യാഹ സർവദേവാഹ, സർവാദികളായിട്ടുള്ള സർവൻ തുടങ്ങിയതായ സർവൻ ശിവൻ, ശിവൻ തുടങ്ങിയതായിട്ടുള്ള എല്ലാ ദേവന്മാരും ആദ്യം കമലജം ഏത്യ, കമലജനെ പ്രാപിച്ചു. ഏത്യ പ്രാപിച്ചിട്ട്, കമലജം കമലജൻ, കമലത്തിൽ നിന്ന് ജനിച്ചവൻ, കമലത്തിൽ നിന്നുണ്ടായവൻ ബ്രഹ്മാവ്. ബ്രഹ്മാവിനെ പ്രാപിച്ചു. ആദ്യം അച്ഛനാണല്ലോ, എല്ലാവരുടെയും പിതാവാണ്, ദേവന്മാരുടെയൊക്കെ പിതാവാണ് ബ്രഹ്മാവ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ബ്രഹ്മാവിൻ്റെ സമീപത്ത് ചെന്ന് സങ്കടം പറഞ്ഞു. കമലജമേത്യ, എല്ലാവരും കൂടി കമലജനെ ചരണമായിട്ട് പ്രാപിച്ചപ്പോൾ ബ്രഹ്മാവ് അവരെയൊക്കെ കൊണ്ട് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെന്നു എന്നാണ്. നിർവാണപ്രഭവ സമം ഭവന്തമാപുഹു, സമം എല്ലാവരും കൂടി, അതായത് ബ്രഹ്മാവും ദേവേന്ദ്രനും ബാക്കി ദേവന്മാരും ഒക്കെ ചേർന്ന് സമം ഭവന്തമാപുഹു, എല്ലാവരും കൂടി ഭവന്തം ആപുഹു, അങ്ങയെ പ്രാപിച്ചു. ആപുഹു പ്രാപിച്ചു, ഭവന്തം ആപുഹു അങ്ങയെ പ്രാപിച്ചു. അവിടെ സംബോധനയാണ്. എന്താണ് അങ്ങയെ തന്നെ പ്രാപിക്കാനുള്ളതായിട്ടുള്ള കാരണം എന്നുള്ളത് ഒരു സംബോധന കൊണ്ട് കവി ബോധിപ്പിക്കുകയാണ്. നിർവാണപ്രഭവ, നിർവാണത്തിന് പ്രഭവമായിട്ടുള്ള, പ്രഭവം എന്ന് വെച്ചാൽ ഉത്ഭവസ്ഥാനം, ഉൽപ്പത്തിസ്ഥാനം. ആ നിർവാണം, മോചനം, എന്തിൽ നിന്നുള്ള മോചനം? സർവ്വദുഃഖങ്ങളിൽ നിന്നുമുള്ളതായിട്ടുള്ള മോചനം. എന്തെല്ലാം ദുഃഖമുണ്ടോ അതിൽ നിന്നൊക്കെ മോചിപ്പിക്കാനുള്ളതായിട്ടുള്ള ആദ്യത്തെ സ്ഥാനം ഭഗവാൻ തന്നെയാണ് എന്നാണ്. നിർവാണത്തിന്, മുക്തിക്ക്, മുക്തി എന്ന് വെച്ചാൽ മോചനം എന്നുള്ള അർത്ഥമാണ്, മറ്റേ മുക്തി മാത്രമല്ല. എല്ലാ ദുഃഖങ്ങളിൽ നിന്നുമുള്ളതായിട്ടുള്ള മുക്തിക്കും മോചനത്തിനും സ്ഥാനമായിട്ടുള്ള, പ്രഭവമായിട്ടുള്ള, ഉൽപ്പത്തി സ്ഥാനമായിട്ടുള്ളത് ഭഗവാൻ തന്നെയാണ് എന്നുള്ള നിലയിലാണ് ഭഗവാനെ ആ നിർവാണപ്രഭവ എന്ന് സംബോധന ചെയ്യുന്നത്. ഇവിടെ ദേവന്മാർക്കൊക്കെ ജരബാധിച്ച് ശക്തിഹീനന്മാരായി തീർന്നു, ആ അസുരന്മാരാൽ പരാജിതരായി തീർന്നു. ആ ദുഃഖത്തിൽ നിന്നുള്ളതായ മുക്തിക്ക് ഭഗവാൻ തന്നെയാണ് ശരണം എന്ന് കരുതി നിർവാണപ്രഭവനായ
ഭഗവാനെ തന്നെ ശരണം പ്രാപിച്ചു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. 2 ശ്ലോകവും ഒന്നുകൂടി ചെല്ലാം. ദുർവാസാസുരവനിതാപ്ത ദിവ്യമല്യം ചക്രായ സ്വയമുപദായ തത്ര ഭൂയ നാഗേന്ദ്ര പ്രതിമൃതിതേ ശശാപശക്രം കാക്ഷാന്തിസ്ത്വതിതരദേവതാംശജാനം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ദുർവാസാവൊരു സുരനാരി തന്നഹാരം ദേവേന്ദ്രനുടനെ കൊടുത്തു തുഷ്ടനായി. കേടാക്കി ഗജമതിനെ ശപിച്ചിതിന്ദ്രം തെല്ലില്ല ക്ഷമയതുമന്യദേവതാംശാൻ. ശാപേന പ്രഥിതജരേധ നിർജരേന്ദ്രേ ദേവേഷ്വപ്യസുരജിതേഷു നിഷ്പ്രഭേഷു സർവാദ്യാഃ കമലജമേത്യ സർവദേവാ നിർവാണപ്രഭവ സമം ഭവന്തമാപുഃ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ശാപത്താൽ ജരനരയായി ദേവകൾക്കും ദേവന്മാരസുരരുടെ ഏറ്റു തോറ്റുപോയി. ബ്രഹ്മാവും ശിവനോടുകൂടി ദേവരെല്ലാം മോക്ഷത്തിനുറവു ഭവാനെ ആശ്രയിച്ചു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.